വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. സ്വകാര്യതയിലേക്കുള്ള കടന്നുകാട്ടം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചൊരു കാഴ്ചയാണ് സലീമേട്ടന്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? തിരിച്ചു വട്ടം കൂടരുത് പ്ലീസ്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും എവിടെ പോണു? വെള്ളം കുടിക്കും. കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത്. പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മുറിയിലെത്തിയപ്പോൾ ചന്തുവിനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ, വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും മാന്യത കാണിക്കാതെ അവിടെ തിങ്ങിക്കൂടിയത് കൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു കാര്യം പറയാം, ആരുടെ അമ്മ ചത്താലും ശരി നമ്മുടെ പെട്ടിയിൽ കാശ് വീഴണം. ഒരു സിനിമക്ക് പോയാലും എല്ലാം അവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അനാവശ്യമായ ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ട്, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇയാളുടെ ഭാര്യ എന്ത് സിമ്പിളാണെന്ന് നോക്കൂ, അച്ഛന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് നോക്കി വെക്കുന്ന മകളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ, കുഞ്ഞുങ്ങള് ഇവരെല്ലാരെയും പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. സാധാരണക്കാരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന പിഷാറിനെ കണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും? പിന്നെ ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോറ് വരും തന്നെ എന്ന് പറഞ്ഞ് നാട്ടുകാർ കമന്റ് വിടും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വെറുതെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്ന പിഷാറിനെ കണ്ടോ വെച്ചാൽ എന്ത് പറയാനാണ്? ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലയോടാ. നമ്മളെ നാട്ടുകാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക, അവരുടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല, ഒരു ദിവസമെങ്കിലും ജോലിക്കാരനായിരിക്കുന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.